ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഉൽപ്പത്തി 3:1 ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. സർപ്പം ആരാണെന്ന് അച്ഛൻ ചോദിച്ചു. നിങ്ങൾ പിശാചാണെന്ന് പറഞ്ഞു. പക്ഷെ പിശാചാണെന്ന് പറയുന്ന വചനം പറയാവോ? വ്യാഖ്യാന വചനം പറയാവോ? വെളിപാട് 12:9 മൊത്തം ഞാനാ പറഞ്ഞേ. വെളിപാട് 12:9 വചനം ഇങ്ങനെയാണ്: ആ വലിയ സർപ്പം, സർവ്വലോകത്തെ വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം, ആ വലിയ സർപ്പം, സർവ്വലോകത്തെ വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം. പുരാതന സർപ്പം എന്ന് പറയാൻ കാരണം ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ പറയുന്ന സർപ്പം ആരാണ് എന്ന് വചനം തന്നെ വ്യാഖ്യാനിച്ചു തരുന്നത് വെളിപാട് ഗ്രന്ഥത്തിലാണ്. വീണ്ടും വെളിപാട് 20:2 അവൻ ഒരു ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ. അപ്പൊ ഈ സർപ്പം പിശാചാണ്. ബൈബിളിൽ പല സ്ഥലത്തും സർപ്പത്തെ ആവർത്തിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 16:17 വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞാൽ പാമ്പിനെ എടുത്ത് ചുറ്റിക്കുമെന്നല്ല, തിന്മയെ ഉച്ചാടനം ചെയ്യുമെന്നാണ്. കൗശലമേറിയതായിരുന്നു സർപ്പം. ഞാൻ ചോദിക്കട്ടെ, ഈ സർപ്പം പിശാചാണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ പിശാചിന് ബൈബിൾ കൊടുക്കുന്ന ആദ്യത്തെ വിശേഷണം, അഡ്ജക്റ്റീവ് ഏതാന്ന് പറയോ? ഏതായിരുന്നു? കൗശലമേറിയതായിരുന്നു. കൗശലമേറിയതായിരുന്നു സർപ്പം. എന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പിശാചിനെ ബൈബിൾ അവതരിപ്പിക്കുമ്പോൾ പിന്നീട് നിഷ്ഠൂരൻ, നുണയന്റെ പിതാവ്, കൊലപാതകി എന്നൊക്കെയുള്ള കഠിനമായ പദങ്ങൾ ഉപയോഗിച്ച് പിന്നീട് പിശാചിനെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ആദ്യം പിശാചിനെ സൂചിപ്പിച്ച, വിശേഷിപ്പിച്ച വചനം, വാക്ക് സട്ടിൽ വേർഡാണ്. വളരെ ഋജുവായ വളരെ ശാന്തമായ ഒരു വിശേഷണം കൊണ്ടാണ് പിശാചിനെ വിശേഷിപ്പിച്ചത്. കൗശലമേറിയതായിരുന്നു സർപ്പം. കൗശലം. എന്തുകൊണ്ടാണ് പിശാചിനെ ആദ്യമേ അവതരിപ്പിച്ചപ്പോൾ വളരെ ശാന്തമായ ഒരു വാക്കുകൊണ്ട് അവതരിപ്പിച്ചതിൽ പഠിക്കാൻ ശ്രമിച്ചു. ഉത്തരം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിശാചിനെ ഞാനോ നിങ്ങളോ പഠിക്കാൻ നോക്കിയാൽ എളുപ്പമല്ല. ഇവൻ്റെ വരവ് നമുക്ക് മനസ്സിലാകില്ല. നമുക്ക് ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. ഞാൻ ഓർക്കുന്നു, പഞ്ചാബിൽ ബഹുമാനപ്പെട്ട വൈദികരെ ധ്യാനിപ്പിക്കാൻ പോയി. CST വൈദികരെ, പഞ്ചാബ് പ്രൊവിൻസിലെ CST വൈദികരെ ധ്യാനിപ്പിക്കാൻ പോയി. ഡൽഹി ചെന്നിട്ട് പഞ്ചാബിലൂടെ രാജസ്ഥാന്റെ ബോർഡറിൽ ഹനുമാൻ ഘട്ട് എന്ന സ്ഥലത്താണ് ഈ ധ്യാനം നടക്കുക. ഡൽഹി ചെന്നിട്ട് പഞ്ചാബിലേക്ക് പോകത്തില്ല. കാരണം ഏതോ ഗുരുദ്വാരയിൽ അവിടെ വിശുദ്ധ ഗ്രന്ഥം കത്തിച്ചു എന്ന് പറഞ്ഞ് വലിയ ബന്ധു ഹർത്താലെല്ലാം നടക്കുക. അതുകൊണ്ട് പകൽ പോകാനേ പറ്റില്ല. അതുകൊണ്ട് രാത്രി പോകാനായിട്ട് കാത്തിരിക്കുക, രാത്രി ട്രെയിന് പോകാനാണ്. അപ്പം പകൽ കുറേ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പേപ്പർ വായിക്കുക.
പേപ്പർ കിട്ടും, മലയാളം പേപ്പറാണ്. പേപ്പർ തുറന്ന് വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 3 കോളം വാർത്ത, തലക്കെട്ട്, ആരെ അമ്പരപ്പിക്കുന്ന തലക്കെട്ട്. കേൾക്കണോ? എന്തെന്നറിയാവോ? മാല പൊട്ടിച്ച വൈദികൻ അറസ്റ്റിൽ. മാതാവേ, ഈ അച്ഛന്മാർക്കൊക്കെ ജീവിക്കാനായിട്ട് വേറെ മാർഗമൊന്നും ഇല്ലാത്തൊരവസ്ഥ ആയോ? മാല പൊട്ടിച്ച വൈദികൻ അറസ്റ്റിൽ. നോക്കുമ്പോൾ പത്തനംതിട്ട, കേരളത്തിൽ നടന്ന സംഭവം ഡൽഹി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയില്ല, ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ബൈക്കിനോ അടുത്തൂടെ ഓടിച്ചുപോയി, കഴുത്തേന്ന് മാല പൊട്ടിച്ചു, ശീഘ്രം ഓടിച്ചു പോകുന്നു. സ്ത്രീ ഒച്ചത്തെ നിലവിളിച്ചു. കണ്ടു നിന്ന ചില ചെറുപ്പക്കാരൊക്കെ ബൈക്കിൽ ഈ മനുഷ്യനെ പിന്തുടർന്നു. അതിവേഗത്തിൽ ഓടിച്ചു പോയ ബൈക്കുകാരൻ ഉള്ളിലേക്ക് ഒരു മെയിൻ റോഡിൽ നിന്ന് മാറി പോക്കറ്റ് റോഡിലേക്ക് കടന്ന് ഒരു കുറ്റിക്കാടിൻ്റെ അടുത്ത് ബൈക്ക് നിർത്തിയിട്ട് ചാടി ഇറങ്ങിയിട്ട് ബാഗ് തുറന്നിട്ട് ലോഹ എടുത്ത് ഇടുമ്പോഴാണ് ബാക്കിയുള്ളവർ ചെന്ന് പിടികൂടുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു. അവിടെ എനിക്ക് കുറച്ച് വൈദികരെ പരിചയമുണ്ട്. അച്ഛന്മാരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ബെന്നി അച്ഛനാ, അച്ഛൻ ഇവിടെ ഡൽഹിയിൽ ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ സംഭവിച്ചതാണോ? ഇതൊന്നും വായിക്കാനും കേൾക്കാനും പോലും പറ്റുന്നില്ല. അച്ഛന്മാരെ പറഞ്ഞ അച്ഛൻ ഇത് സംഭവിച്ചതാണ്, പക്ഷെ ആളൊരു വൈദികനല്ല, ഒരു കള്ളനാ. എവിടുന്നോ ഒരു അച്ഛൻ്റെ ലോഹ മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഞാൻ തിരിച്ച് ധ്യാനം കഴിഞ്ഞ് മദർഭൂമി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഒറ്റ ലോഹ പുറത്തിട്ടേക്കരുത്. ലോഹ പുറത്തില്ല. ഇപ്പം ഇതെങ്ങനെ വരുമെന്ന് അറിയില്ല മക്കളെ. ഈ സാധനം ഏതു വഴിക്ക് വരും, എങ്ങനെ വരുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. കാരണം പിശാച് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ രൂപഭാവങ്ങൾ പോലും നമുക്ക് തെറ്റിദ്ധാരണ. ഈ അച്ഛൻ ആലുവ സെമിനാരി പഠിക്കുമ്പോൾ, ആലുവ സെമിനാരിൻ്റെ പ്രത്യേകത, ഞങ്ങൾക്ക് നാടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹോം ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹോം ഡേ സെലിബ്രേഷന് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു 2.5-3 മണിക്കൂർ ദീർഘിക്കുന്ന ഒരു ബൈബിൾ നാടകമാണ്. ഗംഭീരമായ നാടകം. ഈ നാടകത്തിന് വേണ്ടി ഒരു 3-4 മാസം മുമ്പേ കമ്മിറ്റികൾ എടുക്കും. കമ്മിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമ്മിറ്റികളുണ്ട്. നടന്മാരുടെ കമ്മിറ്റി. സെമിനാരി പിന്നെ നടിമാരില്ല. നടിമാർ പോലത്തെ നടന്മാർ ചേർന്നിട്ടുള്ള നടന്മാരുടെ കമ്മിറ്റിയാണ്. ഭക്ഷണ കമ്മിറ്റി, റിസപ്ഷൻ കമ്മിറ്റി, മേക്കപ്പ് കമ്മിറ്റി, അങ്ങനെ പല കമ്മിറ്റിയാണ്. എന്നെ നോക്കിക്കേ, കാണാവോ? ആ കാണാം. എന്നെ നോക്കിക്കേ, ഞാനേത് കമ്മിറ്റിയിലാണെന്ന് പറയാവോ? ഭക്ഷണ കമ്മിറ്റിയിലോ? നടീനടന്മാരുടെ കമ്മിറ്റിയിൽ 7 വർഷം സുന്ദരമായി നാടകം അഭിനയിച്ച ഒരു കലാകാരനാണ് ഞാൻ. 7 വർഷം. പക്ഷെ ഒരു ദുരന്തം പറയട്ടെ, ഈ 7 വർഷവും സംവിധായകന്മാർ എന്നെ കൊണ്ട് കമാന്നൊരു ഡയലോഗ് പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ റോള് മനസ്സിലായോ? ബടൻ കുന്തവും കുത്തി നിൽക്കുക രാജാവിൻ്റെ അടുത്ത്. എല്ലാ വർഷവും എനിക്ക് റോളാ, കുന്തവും കുത്തി നിൽക്കുക. സെമിനാരിൽ എനിക്ക് പേരും വീണു, സ്ഥിരംബടൻ. അങ്ങനെ പേര് വീണാലും എനിക്ക് നാണക്കേട് തോന്നിയിട്ടില്ല. കാരണം എന്താ അറിയുമോ? ഈ ഒരു ഡയലോഗ് പോലും ഇല്ലെങ്കിൽ എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഈ നാടകത്തിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പേ നമ്മൾ ഈ മേക്കപ്പ് റൂമിൽ ചെന്നിരിക്കണം. മേക്കപ്പ് കമ്മിറ്റിയുടെ ഒറ്റ വരവാ. കുറേ ഡ്രസ്സെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് എന്തൊക്കെയോ നമ്മുടെ ശരീരത്ത് വലിച്ചു കിട്ടും. എന്നിട്ട് ഉച്ചി മുതൽ ഉള്ളംകാൽ വരെയും പെയിൻറ്റിങ്ങാണ്. 1 മണിക്കൂർ ഈ മേക്കപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും, നമുക്ക് നമ്മളെ തന്നെ മാറിപ്പോകും. ദൈവമേ, ഇതാരപ്പ ഇരിക്കുന്നത്, ഞാനെവിടാ? നമ്മൾ ചുറ്റും നോക്കും. നമുക്ക് നമ്മളെപ്പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹരമായ മേക്കപ്പ്. ഞാൻ ഒരു 1.5 മണിക്കൂർ മേക്കപ്പ്. രാജാവിനാണെങ്കിൽ അതിനേക്കാൾ സമയം മേക്കപ്പ്. രാജ്ഞിയാണെ പറയാൻ വേണ്ട, ഇതിനെ പുരുഷനെ സ്ത്രീയാക്കണ്ടേ, അതുകൊണ്ട് കുറേ മേക്കപ്പ്. പക്ഷെ എന്നെ അമ്പരിപ്പിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞെന്തെന്നറിയാമോ? ഇതിലൊരു കഥാപാത്രത്തെ മാത്രം മേക്കപ്പ് ഇടാൻ 10 മിനിറ്റ് മതി. ബാക്കി എല്ലാം മേക്കപ്പും കഴിഞ്ഞിട്ട് എല്ലാം പെർഫെക്റ്റായി എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോഴാണ് ഈ കഥാപാത്രത്തെ മേക്കപ്പ് ഇടാൻ തുടങ്ങുള്ളൂ. കാരണം ഇത്തിരി സമയം മതി, 10 മിനിറ്റ് മതി. ആളെ പറയാവോ? സാക്ഷാൽ പിശാച്. ഈ പിശാചിനെ മേക്കപ്പ് ഇടാനാണ് ഏറ്റവും എളുപ്പം. എന്താ? തുണി അഴിച്ചു കളഞ്ഞിട്ട് ഒരു കറുത്ത നിക്കറടിപ്പിക്കുക, പിറകിൽ ഒരു വാല് വെക്കുക, തലയിൽ 2 കൊമ്പും വെക്കുക, കുറേ കരിവാരി തേക്കുക. ഇപ്പം ആരായി? പിശാചായി. ചിലതിനൊന്നിനും ഒരു മേക്കപ്പും വേണ്ട, ചുമ്മാ കയറ്റി വിട്ടേച്ചാൽ മതി. പിശാച് വന്നല്ലോ. കാണുമ്പോഴേ പറയും. ഇങ്ങനെ മേക്കപ്പ് ഇട്ട് പിശാചിനെ ഇറക്കുമ്പോൾ യഥാർത്ഥ പിശാച് പരിഹസിക്കും. ഭോഷന്മാർ, എന്നെ അവർക്ക് മനസ്സിലായില്ല. ഇതാ നമുക്ക് വെച്ച ഏറ്റവും വലിയ അബദ്ധം, തെറ്റ്. തിന്മ വരുന്ന വഴി നമുക്ക് മനസ്സിലാകില്ല. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നെല്ലിക്ക എന്ന കവിതയിലെ 2 ലൈനാ.
പാട്ട് പാടുന്ന ഒരു അച്ഛനല്ല, പാട്ട് പറയുന്ന ഒരു അച്ഛനാണ്. അതുകൊണ്ട് പറഞ്ഞു പോയതാ, പൊറുക്കുക. നന്മകൾക്ക് നിറം കെടുന്നൊരു കാലം, തിന്മകൾക്ക് നിറച്ചു വർണ്ണ ചന്തം. ഈ സാധനത്തെ, ഏത് സാധനത്തെ? പിശാചിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണിത് നമ്മളെ കീഴടക്കുന്നത് എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നു നാം തിരിച്ചറിയുന്നോ അന്ന് നമ്മൾ വിജിലായിരിക്കും. അതുകൊണ്ട് ഈ പിശാചിൻ്റെ വരവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒരു കൃപ ആവശ്യം. പിശാചിൻ്റെ വരവിനെ തിരിച്ചറിയാനായിട്ടൊരു കൃപ നമുക്ക് ആവശ്യം. എന്തെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. മദർ ഹോമിൽ അച്ഛൻ ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ അച്ഛൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. മൊബൈൽ ഫോൺ സൈലൻസിൽ വെച്ചിട്ട് ബെഡിനോട് ചേർന്ന് ജനൽപ്പടിയിൽ അങ്ങ് വെച്ചേക്കും. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ എൻ്റെ അടുത്ത് നിന്നാണ് എണീറ്റ് വരുന്നത്. ഇതെപ്പോഴാണ് എണീറ്റ് ഇവിടെ വരുന്നതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കഥകളിക്കാരൻ ഉറങ്ങുന്ന പോലെയാണ് ഞാൻ ഉറക്കം. കയ്യും കാലും എടുത്തുള്ള ഉറക്കമായതുകൊണ്ട് തട്ടിയും മുട്ടിയും ഇത് എൻ്റെ അടുത്ത് വരുന്നതെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഒരു ദിവസം ഞാൻ നോക്കുമ്പം ഈ ഫോൺ എന്നെ ചൊറിയുന്നു, വൈബ്രേഷൻ. ഞാൻ സൂക്ഷിച്ചു നോക്കി, ഒരു ഇൻകമ്മിങ് കോൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ എടുത്തില്ല, രാത്രിയല്ലേ, പരിചയമില്ലാത്ത നമ്പർ, കർണാടക നമ്പറാണ്, എടുത്തില്ല. അത് പിന്നെയും വരുന്നു, ഞാൻ എടുത്തില്ല. പിന്നെയും വരുന്നു, ഞാൻ വാച്ച സമയം നോക്കി, രാത്രി 1 മണി. ദൈവമേ, 1 മണിക്ക് ഇത് ആരാപ്പാ? കേരളത്തിൽ നിന്നുള്ള കോളല്ല. ഞാൻ ഫോൺ എടുത്തു, ഹലോ വെച്ചു. അങ്ങേ തലക്കൽ ബെന്നിയച്ഛനാണോ? ഞാൻ പറഞ്ഞതെ. മദർ ഹോമിലെ ബെന്നിയച്ഛനാണോ? ഞാൻ പറഞ്ഞതെ. എന്റെ അച്ഛാ, പേടിയാകുന്ന അച്ഛാ. മനുഷ്യനെ പേടിപ്പിക്കാൻ രാത്രി 1 മണിക്ക്. ഞാൻ പറഞ്ഞു, കൊച്ചൻ നീ ആരാ? അച്ഛാ, മദർ ഹോമിൽ ധ്യാനിച്ചൊരു പെൺകുട്ടിയാ. എന്തു പറ്റി നീ പേടിക്കാൻ? നീ എവിടാ നിൽക്കുന്നേ? അച്ഛൻ ഞാനുണ്ടല്ലോ, കർണാടകത്തിലെ ഇന്ന മെഡിക്കൽ കോളേജിലെ ICUവിൽ ഡ്യൂട്ടി എടുക്കാണ് അച്ഛാ. ആഹാ, ICUവിലെ ശീതള ചായയിൽ ഡ്യൂട്ടി എടുക്കുന്നവൾ കിടന്നുറങ്ങും, നമ്മളെ വിളിച്ച് പേടിപ്പിക്കുക. ഞാൻ ചോദിച്ചു, കൊച്ചേ നീ പേടിക്കാൻ എന്താ കാരണം? ICUവിൽ ആരെങ്കിലും മരിച്ചോ? ഇല്ലച്ചാ, മരിച്ചിട്ടില്ല. പേഷ്യൻസ് കൂടുതലാണോ? ഇല്ലച്ചാ. പിന്നെ എന്താ കൊച്ചാ നീ പേടിക്കാൻ കാരണം? ഇത് രാത്രി 1 മണിയായല്ലോ. എൻ്റെ അച്ഛാ, ICUവിൽ പേഷ്യൻസ് വളരെ കുറവാച്ചാ, അതുകൊണ്ട് ഡ്യൂട്ടിക്ക് എന്നെ മാത്രം ഇട്ടിട്ടുള്ള അച്ഛാ. അച്ഛന് കേൾക്കണം, നൈറ്റ് ഡ്യൂട്ടി അല്ലേ അച്ഛാ? ഞാൻ ഡ്യൂട്ടി തുടങ്ങിയ സമയം മുതൽ ഒരു ഡോക്ടറും കൂടെ ഡ്യൂട്ടിക്ക് കയറി വന്നച്ചാ. അയാൾ വന്ന സമയം മുതൽ ഈ സമയം വരെ എന്നെ മാന്താനും ചൊറിയാനും തുടങ്ങിയച്ച. സഖി കെട്ടിട്ട് ഒരൊറ്റ അടിയും കൊടുത്തച്ച. കവിള് നോക്കി ഒരൊറ്റ അടി. ഏതോ കണ്ണൂരുകാരി പെങ്കൊച്ച, ഒറ്റ അടി. അച്ഛാ പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ട് അച്ഛാ. എപ്പ കയറി വരുമെന്ന് അറിയാൻ പാടില്ല. പിച്ചാത്തി കൊണ്ടുവരുവോ, തോക്ക് കൊണ്ടുവരുവോ, കഴുത്തു ഞെരിക്കുവോ, എന്താന്നറിയാൻ പാടില്ല. പേടിയാകുന്ന അച്ഛാ. ഞാൻ ചിരിച്ചു. അല്ലാതെ ഇപ്പൊ ഞാൻ ഈ പരിഹാരത്ത് കടന്നുറങ്ങുന്ന ഒരു മനുഷ്യനല്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. ഞാൻ പറഞ്ഞു, കൊച്ചേ അച്ഛൻ പറയും ശ്രദ്ധിച്ചേ. എന്താ? നീ വലത്തേക്ക് നോക്കിക്കേ. വലതെന്താ? അവിടെ മിഖായിൽ മാലാക വാളും പിടിച്ച് നിപ്പില്ലേ? മിഖായിൽ മാലാകയോ വാളും പിടിച്ചോ? പാരാത്രിക്കോ? ICUവിലോ? അച്ഛനെന്നാ പറ്റി? ഞാൻ പറഞ്ഞു, നീ ഇടത്തേക്ക് നോക്കി. ഇടത്തെന്താ? അവിടെ ക്രോവേൻ മാലാക. പറഞ്ഞു തീർന്നില്ല. ബെന്നിയച്ചാ ഉറക്കപ്പിച്ച. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഉറക്കപ്പിച്ചില്ല. ഞാൻ വളരെ സുബോധത്തോടെ നിന്നോട് സംസാരിക്കുന്നത്. ഐ എം ഇൻ മൈ ഫുൾ കോൺഷ്യസ്നെസ്. എന്റെ പരിപൂർണ സ്വബോധത്തിലാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കണം കൊച്ചേ. അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ചോ. പാപം ചെയ്യാനുള്ള എല്ലാ പ്രേരണയുണ്ടായിട്ടും, പാപം ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രലോഭനമുണ്ടായിട്ടും, പാപം ചെയ്താൽ ആരും അറിയാത്ത അവസ്ഥയുണ്ടായിട്ടും, പാപത്തിന് കീഴ്വഴങ്ങാതെ, പിശാചിന് കീഴ്വഴങ്ങാതെ, പിശാചിനെ നീ അടിച്ചു പുറത്താക്കിയാൽ അതിനർത്ഥം എന്താ? യു ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഗ്രേസ്. വരപ്രസാദ അവസ്ഥയിലാണ്. 2 കൊരിന്തോസ് 12:9. നിനക്കെന്റെ കൃപ മതി. എന്റെ പ്രിയപ്പെട്ടവർ ഓർത്തു വെച്ചേക്കണം. അതുകൊണ്ട് ഈ സാധനത്തെ, പിശാചിനെ തിരിച്ചറിയണമെങ്കിൽ എളുപ്പമല്ല. ഈ പിശാചിനെ തിരിച്ചറിയണമെങ്കിൽ നമ്മളെല്ലാവരും അഭിഷേകത്തിലായിരിക്കണം, പ്രസാദാവസ്ഥയിലായിരിക്കണം. അതുകൊണ്ട് എന്നും നമ്മളെ വരപ്രസാദത്തെ സൂക്ഷിക്കാനായിട്ട് കർത്താവ് എന്നും ഈ അൾത്താരയിൽ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നുണ്ട് മക്കളെ. വാട്ട് ഈസ് ദ ബാനർ ഓവർ ദ ആൾട്ടർ? ഇറ്റ്സ് അലൈവ്. ദേവാലയത്തിൽ കുമ്പസാരക്കൂടുണ്ട്. എന്നും നിങ്ങളെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് വരപ്രസാദാവസ്ഥയിൽ നിലനിർത്താനായിട്ട്
സഭ ക്രിസ്തു കൃപയാൽ എത്രയാ സാഹചര്യം ഒരുക്കി വച്ചിരിക്കുന്നു. ടു കീപ് യുവർസെൽഫ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഗ്രേസ്. എന്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. ലേവ്യർ 20:26. എന്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവായി ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനതകളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. മറ്റു ജനതകളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമാണിത്. എന്തിന്? വിശുദ്ധിയിൽ ജീവിക്കാൻ. തിന്മയിൽ നിന്ന് മോചിതരായി വിശുദ്ധിയിൽ ജീവിച്ച് പ്രകാശമായി മാറാനുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അത് പാപത്തിൽ പെട്ടുപോകാൻ പാടില്ല, തിന്മയിൽ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എന്നും വരപ്രസാദ അവസ്ഥയിലായിരിക്കണം. വരപ്രസാദ അവസ്ഥയിൽ അല്ലാത്തൊരു വ്യക്തിക്ക് പിശാചിനെ തിരിച്ചറിയാൻ പറ്റില്ല. അച്ഛൻ സന്ദേശഭവൻ തലശ്ശേരി അതിരൂപതയുടെ പാസ്റ്റർ സെന്റർ മദർ ഹോമിൽ വരുന്നതിന് മുമ്പ് ഫാമിലി അപ്പോസ്തലേറ്റിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അതുകൊണ്ട് അന്ന് സന്ദേശം പാസ്റ്റർ സെന്ററിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എവിടുന്നോ പ്രത്യക്ഷപ്പെട്ട്, ഫാദർ ഐ ഹാവ് ടു ടോക്ക് വിത്ത് യു. ഞാൻ പറഞ്ഞു, കൊച്ചെ നീ എവിടുന്നേലും വന്നിട്ട് ടോക്ക് വിത്ത് യു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാനാ, കുറേ കാര്യങ്ങൾ രാവിലെ ചെയ്തു തീർക്കാനുണ്ട്. ആ കൊച്ചൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കൊച്ചു പറഞ്ഞു, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. ഐ എം ഫ്രം എവേ. ഞാൻ അകലെന്ന് വരുന്നതാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് സമയം തരണം. അവളെ കൂട്ടിക്കൊണ്ടുപോയി കൗൺസിലിംഗ് റൂമിലിരുത്തി. ആ കൊച്ചെന്നോട് പറഞ്ഞു, LLB പഠിക്കുന്നൊരു കുട്ടിയാണ് അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, വിവാഹം വരെ ഒരു പ്രണയബന്ധത്തിലും പെട്ടുപോവില്ല എന്ന് തീരുമാനമെടുത്ത ഒരാളാച്ച ഞാൻ. അത് LLB പഠനം വരെ ഞാൻ പൂർത്തീകരിച്ച. LLB പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു സീനിയർ വിദ്യാർത്ഥിയെ കണ്ടു. ഹി വാസ് ഡീസന്റ് ആൻഡ് ജെന്റിൽ. ഒരു പാഴ്വാക്കിൽ ഒരു പഴുനോട്ടമില്ല. മാന്യനായ ചെറുപ്പക്കാരൻ. കോളേജിലുള്ള എല്ലാവർക്കും അവന് ഇഷ്ടമാണ്. ഒരു കോളേജ് പ്രൊഫസർക്ക് കിട്ടുന്ന ബഹുമാന ആദരവ് സ്റ്റുഡൻസിൽ നിന്ന് അവന് കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. എനിക്ക് അവന് ഇഷ്ടമായി, അവൻ എനിക്കിഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവന് പഠനം, സീനിയർ വിദ്യാർത്ഥി, പഠനം പൂർത്തിയാകാറായപ്പോൾ അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് പഠിക്കാൻ സ്റ്റഡി ലീവ്, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഹോസ്റ്റലിൽ നിന്ന് പഠനം നടക്കുമെന്ന് തോന്നില്ല. പക്ഷെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. കല്യാണം 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 എന്ന് പറഞ്ഞ് പപ്പ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. ഞാൻ സ്കൂട്ടാകും. ഇപ്പം വേണ്ട പപ്പ, പ്രായമായിട്ടില്ല, ജോലിയായിട്ടില്ല, പഠനം കഴിഞ്ഞിട്ടില്ല. പക്ഷെ പപ്പ പറയും, നിന്റെ മനസ്സിൽ ആരോ ഉള്ളത് കൊണ്ട് നീ ഇങ്ങനെ എന്താ പറയാ രക്ഷപ്പെട്ടു പോകുന്നതാ. അവൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇതുവരെ ആരുമില്ല, പക്ഷെ ഇപ്പോൾ നീയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുക്കൽ ഒരു ഫോട്ടോ പോലും ഇല്ല. നമുക്കൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് രണ്ടുപേരും കയറി ചെന്നു. കുറച്ച് ചെറുപ്പക്കാരവിടെ ഇരിക്കുന്നു. ചെറുപ്പക്കാർ ഞങ്ങളെ കണ്ടപ്പോൾ എണീറ്റ് ഒന്ന് ബഹുമാനിച്ചു. എന്നിട്ട് ചോദിച്ചു, നിന്റെ കൂടെയുള്ള പെൺകുട്ടി ആരാ? അവൻ പരിചയക്കാരാണ്, സംസാരത്തിൽ മനസ്സിലാകുന്നുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണ്. ആണോ? നിങ്ങൾ ജോഡികളായിട്ട് ആദ്യം വരുന്നല്ലേ? തരാനൊന്നുമില്ലല്ലോ, ഒരു ഗിഫ്റ്റ് പോലും തരാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉടമ എന്ന് തോന്നിക്കുന്ന ആള് ഉള്ളിലേക്ക് പോയി. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൽ എല്ലാവർക്കും ഫ്രൂട്ട് ജ്യൂസുമായിട്ട് വന്നു. എല്ലാവർക്കും കൊടുത്തു, എനിക്കും കിട്ടി. ഞാനത് കഴിച്ചു തുടങ്ങി. തലപെരുത്തിട്ട് കസേരയിൽ നിന്നും ഊർന്ന് ഞാൻ നിലത്തേക്ക് വീണത് ഓർക്കുന്നുണ്ട്. അതൊരു ചതിയായിരുന്നച്ചാ, അവനൊപ്പം ചേർന്നുള്ള വഞ്ചനയായിരുന്നച്ചാ. അവൻ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലച്ചാ. പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഫോട്ടോസ് എടുത്തു, വീഡിയോ എടുത്തു. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, യു ആർ അറ്റ് അവർ ഡിസ്പോസൽ. വിളിക്കുമ്പോൾ വിളിക്കുന്നിടത്ത് വരണം, ഇല്ലെങ്കിൽ ഇന്റർനെറ്റിലിടും. എറണാകുളം, ആലുവ, കളമശ്ശേരി, നോർത്ത്, സൗത്ത്, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഒട്ടിച്ചു വെക്കും. ഇത്രയും പറഞ്ഞിട്ട് ആ കുട്ടിക്ക് പിന്നീട് പറയാനാവാത്ത പോലെ തൊണ്ടയിടറിയിട്ട് ഒരു വാക്ക് മറ്റൊരു വാക്കിനോട് കൂട്ടിച്ചേർക്കാനാവാതെ തൊണ്ടയിടറി കണ്ണു നിറഞ്ഞിട്ട് എൻ്റെ മുമ്പിലേക്ക് മുട്ടും എന്നിട്ട് ആ കൊച്ചു പറഞ്ഞു, എൻ്റെ ജീവിതം നശിച്ചു. എനിക്ക് പിശാചിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. മക്കളെ, ഓർത്തു വെക്കണം. ഇവന്റെ വരവ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവന്റെ വരവ് തിരിച്ചറിയണമെങ്കിൽ വരപ്രസാദ അവസ്ഥയിലായിരിക്കണം. വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ ഇത് ഏത് വേഷത്തിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും തിരിച്ചറിയാൻ സാധിക്കും.
വചനം ഓർമ്മപ്പെടുത്തുന്നു, ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യകരവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു. പിശാച് പാപത്തിലേക്ക് വീഴിച്ചത് വളരെ വിദഗ്ധമായ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ്. എന്താണെന്നറിയാവോ? പിശാച് ഒന്ന് സ്ത്രീയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയാവോ? തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം വായിച്ചു കേൾപ്പിക്കാം, വിശ്വാസമില്ല. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളും വെച്ച കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മിണ്ടുന്നില്ല. ഉണ്ടോ? ഉണ്ടെന്നുണ്ട്, ഇല്ലെന്നുണ്ട്. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി നോക്കാം. ഉണ്ട് എന്ന് വിചാരിക്കുക, ഒന്ന് കരങ്ങൾ ഉയർത്താവോ? താങ്ക് യു. ഒരു 19 പേരുണ്ട്, നന്ദി. ഇല്ല എന്ന് വിചാരിക്കുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്താവോ? അതുകൊണ്ട് ഒരു 10-20 പേര്. ഒരു 90% ആൾക്കാരും കരങ്ങൾ ഉയർത്തിയിട്ടില്ല. ഉണ്ടെങ്കിലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ പോകാമായിരുന്നു. ഇത്ര കഴിയട്ടെ, ഇപ്പം അങ്ങ് വിടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇല്ല. പിശാച് ചോദിച്ചത് തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന പിശാച് ചോദിച്ചത്. ദൈവം പറഞ്ഞത് അങ്ങനെയല്ല. ദൈവം പറഞ്ഞത് അച്ഛൻ വായിച്ചു കേൾപ്പിക്കാം. 2-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി 2:16 ദൈവം പറഞ്ഞ് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി 2:16 അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള, അത് 17-ാം വാക്യം, അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവം പറഞ്ഞതാ, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. പിശാച് ചോദിച്ചെന്താ? പിശാച് ചോദിച്ചത് തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? പിശാച് പൊട്ടനാ? ഇതൊന്നും അറിയാൻ പാടില്ല അതവൻ ചോദിച്ചതാ? നോ. അവനറിയാം എങ്ങനെയാണ് ഇവരെ പാപത്തിലേക്ക് വീഴിക്കേണ്ടതെന്ന് വളരെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് അവൻ വന്നത്.